ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇവിടെ ഞാൻ സുഖമായിട്ടിരിക്കുകയാണേ. പിന്നെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് സ്വീറ്റ് ദോശ. കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ദോശയായിരിക്കുമെന്ന്? റോബസ്റ്റ പഴവും ഗോതമ്പ് പൊടിയും വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ? ഞാനിവിടെ എടുത്തേക്കുന്ന 2 റോബസ്റ്റ പഴമാണ്. നിങ്ങൾ കുട്ടികൾക്കൊക്കെയായി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ പഴം ഉപയോഗിച്ച് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. ഞാനിത് എടുത്തേക്കുന്നതിൻ്റെ കാരണം വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഭയങ്കര കലോറി കുറവുള്ളതാണ് റോബസ്റ്റയിൽ. അതുകൊണ്ടാണ് ഞാനിവിടെ 2 റോബസ്റ്റ എടുത്തേക്കുന്നത്. റോബസ്റ്റയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിൽ ഇതൊന്ന് അരച്ചെടുക്കണം. റോബസ്റ്റ പഴം നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്കൊന്ന് അരഞ്ഞു കിട്ടണം. അടുത്തതായി ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ബൗളാണ്. അതിലേക്ക് 250 ഗ്രാം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇതേപോലെ ഒന്ന് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചേക്കുന്ന മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്വീറ്റ് ദോശ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണേ നമ്മുടെ ബാറ്റർ കിട്ടാൻ. ഉപ്പെല്ലാം പാകത്തിനാണോ എന്ന് നമുക്കൊന്ന് നോക്കാവേ. ഉപ്പെല്ലാം പാകത്തിനാണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിത് ദോശ ചുട്ടെടുക്കാം. തവ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായി ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് തിരിച്ചിടാവേ. ഇതിലൂടെ കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്കിത് ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ അടുത്തതും കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഡയബറ്റിക്സ് ഉള്ളവർക്കും വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് ഹണിയും കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്നേ ഫ്രണ്ട്സ്. ഇതിന് ഒരുപാട് മധുരം ഒന്നുമില്ല കേട്ടോ. റോബസ്റ്റയുടെ പഴം ആയതുകൊണ്ടേ ഒരുപാട് മധുരം ഒന്നുമില്ലേ. ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഹണി ഒഴിവാക്കാവുന്നതാണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.